നാളായല്ലേ ഇങ്ങോട്ടൊന്നും കാണുന്നില്ല. ഒരു നീണ്ട തീർത്ഥയാത്രയിലായിരുന്നു. ഇതേ മധുരയിലെ ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ഒരു സ്വാമി പൂജിച്ച് തന്നു വിട്ടതാ. ഈ ചരട് എവിടെ കിട്ടി? അത് ഷിബുറോക്സ് ചേച്ചിക്ക് കൊടുത്തതാ. ഇതവൻ വല്ല ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് കൊണ്ടുവന്നതാണെങ്കിലാ. ഗന്ധർവന്മാർക്കൊക്കെ വശീകരിക്കാൻ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗന്ധർവനോ? കേശു ലച്ചു ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത് ഷിബു റോക്സിനെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷിബു റോക്സിന്റെ ഒരു നൈസ് ഒരു കോമഡി സാധനം വെച്ചിട്ട് ഒരു പ്ലേ പോകുന്നുണ്ട്. ശിവയെ വെച്ചിട്ട് അതിൻ്റെ കൂടെ സിദ്ധുവും അതിന് കുറച്ച് ഗൗരിയമ്മായി ഒക്കെ ആ ഒരു പ്ലേയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗി അത്യാവശ്യം ആ ഒരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ലച്ചുവും കേശുവും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഒരു പരിധിവരെ മേക്കപ്പ് ചെയ്തതായിട്ടാണ് എനിക്ക് പ്രൊമോ കണ്ടപ്പം തോന്നിയത്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഷിബു റോക്സ് വന്നിട്ട് കൂടോത്രം എന്തോ ഗന്ധർവനായിട്ടോ എന്തോ ചരടിലെന്തോ വശീകരിക്കാനോ എന്തോ സംഭവം വെച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഷിബു റോക്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇങ്ങനെ ഓരോ പരിപാടിയായിട്ട്. അവസാനം എല്ലാം എട്ടുതലെ പൊട്ടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ആവുമെന്നുള്ളത് ആ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കും എന്നുള്ളത് പ്രൊമോ ഉണ്ടപ്പോൾ അത്യാവശ്യം കൺവിൻസിങ് ആയിട്ടുള്ളൊരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത എപ്പിസോഡുകളിലൊക്കെ ലച്ചു കേശു കോംബോ